സഹൃദയവേദി ബാലസാഹിത്യ പുരസ്കാരം 2024 തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ ഏറ്റുവാങ്ങി. കേരള മുൻ ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷൺ IAS നിന്നാണ് അവാർഡും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങിയത്. പ്രശസ്തിപത്രം ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ നൽകി. എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ പഠിക്കാനുള്ള കഥകൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. കേരള സർക്കാരിന്റെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയ കഥകൾ ഉൾപ്പെടെ 13 കഥകൾ ഇതിലുണ്ട്. തൃശൂർ HNC പ്രസാധകർ. ചടങ്ങിൽ ജഡ്ജ് ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. എടപ്പാൾ സി സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്നാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഈ തൃശ്ശൂരിന്റെ തന്നെ ഒരു തൊടുകുറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സാഹിത്യ അക്കാദമിയിലെ ഈ മെയിൻ ഹാളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായ സഹൃദയവേദിയുടെ ബാലസാഹിത്യത്തിന്റെ ഒരു പുരസ്കാരം, അതും ജോർജ് ഇമ്മട്ടി സാറിന്റെ പേരിലുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചത്, ഞാൻ ആ പുരസ്കാരം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും എക്കാലവും അത് ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്യും. ഇതിൻ്റെ മൂല്യം ഞാൻ കണക്കാക്കുന്നത്, ഒന്ന്, ഇവിടെ ഇതെനിക്ക് തന്ന ആ മഹാപ്രസ്ഥാനമാണ്. രണ്ട്, അത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ജോർജ് ഇമ്മട്ടി സാറിൻ്റെ പേരിലാണ്. എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ കൗമാരകാലത്ത്, എൻ്റെ യൗവനകാലത്തൊക്കെ തന്നെ ഞാൻ ഏറ്റവും അധികം വായിച്ച പുസ്തകം ഇമ്മട്ടി സാറിൻ്റെതായിരുന്നു. സഹൃദയ വേദി സെക്രട്ടറി ബേബി മൂക്കൻ സ്വാഗതവും രവി പുഷ്പഗിരി നന്ദിയും പറഞ്ഞു. NCV ന്യൂസ്, എടപ്പാൾ.